തൃശൂരിലെ അനാശാസ്യ കേന്ദ്രത്തിൽ കൊലപാതകം. ഒഡീഷ സ്വദേശി കൊല്ലപ്പെട്ടു. പരിക്കേറ്റ ഇയാൾ ചികിത്സയിലായിരുന്നു. ധൻപതി നായിക് എന്നയാളാണ് കൊല്ലപ്പെട്ടത്. തൃശൂർ കോരപ്പത്ത് ലൈനിലെ വീട് വാടകയ്ക്കെടുത്താണ് അനാശാസ്യ കേന്ദ്രം നടത്തിയിരുന്നത്. പ്രതികളായ മൊഹന്തി നായിക്, നോബി ഹുസൈൻ, മാസുമ ഘട്ടൻ, നസ്രിൻ അക്താര, റുബീന ബീഗം, മജാമി ഘട്ടൻ എന്നീ ഒഡീഷ സ്വദേശികളെ ഈസ്റ്റ് പോലീസ് പിടികൂടി. ഒഡീഷ സ്വദേശികളാണ് അനാശാസ്യ കേന്ദ്രം നടത്തിയിരുന്നത്. കഴിഞ്ഞ 18-ന് രാത്രിയാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഇതര സംസ്ഥാനക്കാർക്ക് മാത്രമായിരുന്നു ഇവിടെ പ്രവേശനം. ധൻപതി നായിക്കിന് തലച്ചോറിനാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റ ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി. ഒഡീഷ സ്വദേശിയായ ബിച്ചു നായിക്കാണ് വീട് വാടകയ്ക്കെടുത്ത് പെൺവാണിഭ കേന്ദ്രം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇവിടേക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് മാത്രമാണ് പ്രവേശനം ഉണ്ടായിരുന്നത്. തൃശൂർ നഗരത്തിലാണ് ഈ പെൺവാണിഭ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. നാട്ടുകാരുടെ ശ്രദ്ധ പതിയാതിരിക്കാൻ പുറകുവശം വഴിയാണ് ആളുകളെ ഇതിനകത്ത് പ്രവേശിപ്പിച്ചിരുന്നത്. അസം, ഒഡീഷ സ്വദേശികളായ യുവതികളാണ് പോലീസിന്റെ പിടിയിലായത്. തൃശൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള 2 നില കെട്ടിടത്തിലാണ് ഈ പെൺവാണിഭ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു.